മുഴുവൻ സർക്കാർ ജീവനക്കാരും അവരുടെ സമ്പൂർണ്ണ സ്വത്ത് വിവരങ്ങൾ വെളിപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ട് യു.പി. സർക്കാർ ഉത്തരവിറക്കി. ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥ് സർക്കാരിന്റെ ഉത്തരവ് പാലിച്ചില്ലെങ്കിൽ 13 ലക്ഷത്തിലധികം ജീവനക്കാർക്ക് ശമ്പളം നഷ്ടപ്പെടുമെന്നും മുന്നറിയിപ്പ്. ഉത്തർപ്രദേശിൽ സർക്കാർ ജീവനക്കാർ തങ്ങളുടെ ജംഗമ സ്ഥാവര സ്വത്തുകൾ ഓഗസ്റ്റ് 31-നകം സർക്കാർ പോർട്ടലായ മാനവ് സമ്പത്തിൽ വെളിപ്പെടുത്തണമെന്നും അല്ലാത്തപക്ഷം ഈ മാസത്തെ ശമ്പളം നൽകില്ല എന്നുമാണ് അറിയിപ്പ്. നമുക്കറിയാം ഒരു സർക്കാർ ജീവനക്കാരന്റെ ഏകദേശ വരുമാനം എത്രയാണ് എന്നത്. എന്നാൽ ചില സ്ഥാനങ്ങളിലിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്കും അവർ വാങ്ങുന്ന ശമ്പളത്തിന്റെ 10 മടങ്ങാണ് സമ്പത്ത്. 80% സർക്കാർ ഉദ്യോഗസ്ഥരും ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പാടുപെടുമ്പോൾ 20% ജീവനക്കാർ സമ്പത്തിൽ മതിമറക്കുകയാണ് എന്നും വിമർശനമുണ്ട്. ഇപ്പോൾ സർക്കാർ സംവിധാനത്തിലെ അഴിമതികൾ ഇല്ലാതാക്കാൻ കൂടിയാണ് സർക്കാർ ജീവനക്കാർക്ക് യു.പി. സർക്കാർ മൂക്കുകയറിടുന്നത്. 18 ലക്ഷം ജീവനക്കാരാണ് യു.പിയിൽ. ജീവനക്കാർ തങ്ങളുടെ ജംഗമ സ്ഥാവര സ്വത്തുക്കൾ വെളിപ്പെടുത്താത്തവർക്ക് അടുത്ത മാസം ശമ്പളം കിട്ടില്ല. മാത്രമല്ല സ്ഥാനക്കയറ്റത്തെയും ബാധിക്കുമെന്ന് ഏറ്റവും പുതിയ ഉത്തരവിൽ പറയുന്നു. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ പുറപ്പെടുവിച്ച ഉത്തരവിന്റെ പ്രാരംഭ സമയപരിധി ഡിസംബർ 31 ആയിരുന്നു. അതിനുശേഷം ജൂൺ 30, തുടർന്ന് ജൂലൈ 31-ലേക്ക്. എന്നാൽ 26% മാത്രം ഇത് പാലിച്ചു. സമയപരിധി ഇപ്പോൾ ഓഗസ്റ്റ് 31-ലേക്ക് മാറ്റി. നിലവിൽ 17,88,429 സർക്കാർ ജീവനക്കാരാണ് ഉത്തർപ്രദേശിലുള്ളത്. ഇതിൽ 26% ജീവനക്കാർ മാത്രമാണ് തങ്ങളുടെ സ്വത്ത് വിവരങ്ങൾ നൽകിയിട്ടുള്ളത്. അതായത് 13 ലക്ഷത്തിലധികം ജീവനക്കാർ ഇതുവരെ അവരുടെ ആസ്തി വിവരങ്ങൾ വെളിപ്പെടുത്തിയിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്ന ചോദ്യം, യു.പിയിൽ 18 ലക്ഷം സർക്കാർ ജീവനക്കാരെ അഴിമതിയിൽ നിന്ന് വിമുക്തമാക്കാൻ സമ്പത്ത് വെളിപ്പെടുത്തുമ്പോൾ ഈ വിഭാഗത്തിന്റെയും കുടുംബക്കാരുടെയും വോട്ട് എന്താകും എന്ന് യോഗി ആദിത്യനാഥ് ഭയപ്പെടുന്നില്ല. മാത്രമല്ല ഇതിന്റെ പേരിൽ സമരം ചെയ്താൽ എന്തായിരിക്കും അവസ്ഥ എന്നും യു.പിയിലെ ജീവനക്കാർക്ക് നന്നായി അറിയാം. എന്നാൽ എന്തുകൊണ്ട് കേരളത്തിലെ വെറും 5 ലക്ഷം ജീവനക്കാരിൽ ഇത് നടപ്പാക്കാൻ സാധിക്കുന്നില്ല? നമുക്കറിയാം, മുൻപ് എ.കെ. ആന്റണി സർക്കാർ ആനുകൂല്യം വെട്ടിക്കുറച്ചപ്പോൾ മാസങ്ങളോളം സമരം നടത്തി സർക്കാരിനെ ജീവനക്കാർ മുട്ടുകുത്തിച്ചിരുന്നു. കേരളത്തിലെ 3.4 കോടി ജനങ്ങളെക്കാൾ സ്വാധീനവും മറ്റുമുള്ളത് വെറും 5 ലക്ഷം ജീവനക്കാർക്കാണ്. കേരള സർക്കാരിന്റെ പല ഉദ്യോഗസ്ഥ സംവിധാനത്തിലും അഴിമതികൾ ഉദ്യോഗസ്ഥർ നടത്തുന്നു. ചിലരെ മാത്രമേ വിജിലൻസിന് പോലും പിടികൂടാൻ ആകുന്നുള്ളൂ. ഈ നിലയ്ക്കാണ് യു.പിയിലെ മാറ്റങ്ങളെ നമ്മൾ പരിഗണിക്കേണ്ടതും. യു.പിയിലാകട്ടെ ജീവനക്കാർ സ്വത്തുവിവരം വെളിപ്പെടുത്താൻ മടിക്കുകയാണ്. നേരത്തെ പലതവണ സമയപരിധി നീട്ടിയിട്ടുണ്ട് എങ്കിലും വിശദാംശങ്ങൾ സമർപ്പിക്കുന്നതിൽ പരാജയപ്പെട്ടവർക്കുള്ള അന്ത്യശാസനം എന്ന നിലയിലാണ് ഏറ്റവും പുതിയ നിർദ്ദേശം. ഓഗസ്റ്റ് 31-നകം സ്വത്തുവിവരങ്ങൾ നൽകുന്നവർക്ക് മാത്രമേ ഓഗസ്റ്റ് മാസത്തെ ശമ്പളം നൽകൂ. മറ്റുള്ളവരുടെ ശമ്പളം നിർത്തലാക്കുമെന്ന് ഉത്തർപ്രദേശ് ചീഫ് സെക്രട്ടറി മനോജ് കുമാർ സിംഗ് വ്യക്തമാക്കി. സുതാര്യതയും ഉത്തരവാദിത്വവും വർദ്ധിപ്പിക്കുന്നു എന്ന് പറഞ്ഞാണ് സംസ്ഥാന സർക്കാർ നടപടിയെ ന്യായീകരിച്ചത്. സർക്കാരിനുള്ളിൽ സുതാര്യതയും ഉത്തരവാദിത്വവും വർദ്ധിപ്പിക്കാനാണ് ഈ നടപടി ലക്ഷ്യമിടുന്നത്. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും നേതൃത്വത്തിൽ അഴിമതിയുടെ സഹിഷ്ണുതയില്ലാത്ത നയമാണ് ഞങ്ങൾക്കുള്ളതെന്ന് മന്ത്രി ഡാനിഷ് ആസാദ് അൻസാരി പറഞ്ഞു. ചീഫ് സെക്രട്ടറി പുറപ്പെടുവിച്ച ഉത്തരവ് പേഴ്സണൽ ഡിപ്പാർട്ട്മെന്റ് പ്രിൻസിപ്പൽ സെക്രട്ടറി എം ദേവരാജ് എല്ലാ അഡീഷണൽ ചീഫ് സെക്രട്ടറിമാർക്കും പ്രിൻസിപ്പൽ സെക്രട്ടറിമാർക്കും വകുപ്പ് മേധാവികൾക്കും ഓഫീസ് മേധാവികൾക്കും അയച്ചു. ഉത്തരവ് അനുസരിച്ച് ഈ വിശദാംശങ്ങൾ നൽകുന്നതിൽ പരാജയപ്പെടുന്ന ജീവനക്കാരെ സ്ഥാനക്കയറ്റത്തിന് പരിഗണിക്കില്ല. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.